ശ്രീ ജയപ്രകാശാണ് കാസർഗോഡ് നിന്ന്. ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകിയതിനെ കുറിച്ചിട്ടല്ല എനിക്ക് പറയാനുള്ളത്. ഈ വിഷയമാണെങ്കിൽ പറഞ്ഞോളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലത്തെ രാഷ്ട്രീയമാണ്. കാരണം 10-40 വർഷമായിട്ട് നമ്മുടെ ഭരണം മാറി മാറി വരുമ്പം ഓരോ വകുപ്പും ഓരോരാൾക്ക് പറഞ്ഞു വെച്ചാണ്. ദേവസ്വം വകുപ്പ്, പട്ടികജാതി വകുപ്പ്, അതേപോലെ ഈ എക്സൈസ് വകുപ്പ്, ഇതൊക്കെ ഒരാൾക്ക്, അതായത് പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു പട്ടികജാതിക്കാരനായിരിക്കണം. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നായരോ നമ്പ്യാരോ മേനോനോ കുറുപ്പോ ഇവരാരും കഴിക്കണം. പണ്ടെന്നും ഒരു കള്ളിയെത്തി, ഒരു തീയൻ കള്ളിയെത്തി എന്ന് പറഞ്ഞിട്ട് അവർക്കെന്നും ഒരു എക്സൈസ് വകുപ്പ് അവരെ കുത്തകയാണ്. ഇതിനൊരു മാറ്റം കഴിഞ്ഞ ഗവൺമെന്റിലുണ്ടായി. രാധാകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടായി. ദേവസ്വം വകുപ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ സർക്കാർ പിന്നീട് മന്ത്രിമാരെപ്പോൾ ആ സർക്കാരും പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും ഇതിനൊരു മാറ്റവും ആരും വരുത്ത. പണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ എനക്ക് മനസ്സിലായി പെട്ടെന്ന് ഈ ദേവസ്വം എക്സൈസ് വകുപ്പ് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല. പണ്ട് 87 നയനാർ ഉണ്ടാകുമ്പോൾ ഒരു തീയൻ അതിന് തയ്യാറാവുന്നില്ല. എന്നിട്ട് തീയതിയായിട്ട് ഗൗരി അമ്മേനാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് തീരുമാനിച്ചത്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ വീര്യം കുറഞ്ഞ കള്ള് മദ്യത്തിന് പൈസ കുറക്കുന്നു, വീര്യം കൂടി, അതൊന്നുമല്ല. ജയപ്രകാശൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ നോക്കുന്നില്ല എന്ന് പറയുമ്പോഴും എക്സൈസ് വകുപ്പിന് കൃത്യമായി ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ എക്സൈസ് വകുപ്പ് കൊടുക്കണം എന്നൊരു വകുപ്പും, ദേവസ്വം വകുപ്പ് കൊടുക്കുമ്പോൾ അതൊരു പട്ടികജാതിക്കാരന് ദേവസ്വം വകുപ്പ് കൊടുത്തപ്പോഴേക്കും പല കോണുകളിൽ നിന്നും വലിയ എതിർപ്പൊക്കെ വരികയും അവസാനം ആ തീരുമാനം സർക്കാർ തന്നെ സൂത്രത്തിൽ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കഴിഞ്ഞ തവണയും ഉണ്ടായി. രാധാകൃഷ്ണൻ സാർ മന്ത്രി ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അന്ന് ശ്രീ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായപ്പോൾ ഇവിടെ ചില പ്രമാണിമാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവസാനം പക്ഷേ ആ സർക്കാർ അതിൽ ഉറച്ചു നിന്നില്ല. അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ ആ വകുപ്പ് പിന്നീട് മാറ്റി വാസവന് നൽകുകയായിരുന്നു. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. ഈ രീതിയിലുള്ള ചർച്ച നമ്മൾ കൊണ്ടുപോകേണ്ടത് ആണ്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെ പോകുന്നു. ഇടതുപക്ഷം ചില മാറ്റങ്ങൾ ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണമായി നടക്കുന്നില്ല എന്ന് കൂടിയുണ്ട്. ശരി, ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.